രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകുന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാജലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതീ ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യുഷസ്യുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണമതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം. ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുൻപിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടികനിഞ്ഞെഴുന്നള്ളിയിടണം, അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല ബുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ, ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം
മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട്, നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാർ, ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ. ഝില്ലിഝങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദിമൃഗഗണാകീർണമാതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംപരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കണം വേണം. നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ. ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാം. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം. പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജരക്തോൽപല ഭുല്ലപുഷ്പേന്ദീവരശോഭിതമച്ഛജലം. തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാന്വിതം വക്ത്രഗഹ്വരം ഘോരാകാരമാരണ്യനേത്രം. വാമാംസസ്ഥന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂലസിംഹമഹിഷവരാഹാദികൾ. വാരണമൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി. പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടത്യുച്ചത്തിലലറി വന്നിടിനാനതു നേരം. ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടഥ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട്, നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ. വല്ലഭേ ബാലേ സീതേ പേടിയായി ഗേതുമെടു, വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നടുത്തതു രാക്ഷസപ്രവരനും. നിഷ്ഠൂരതരമവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും
ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹാരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചനഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേരെന്നുടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നുടെ നാമമിവനു മത്സോദരൻ പൊക്കിതു വനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോ ജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്ത് വക്രവും വിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിലെന്നെയാരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാനെന്നിഹ ധരിച്ചേൻ ഞാൻ. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനുമോടിപ്പോവിതിനല്ലായിലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിടുവൻ ഭവന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരം അടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്ത്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം. അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോക്ഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ എയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ട് ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപത്തെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭഗന്ധ്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും. രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. ഇന്ദിരാരമണമിന്ദീവരദളശ്യാമം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതപദം. സുന്ദരം സുകുമാരം സുഹൃദിജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം. വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോത്രങ്ങൾ കൊണ്ടു
കഥാശ്രവണം ചെയ്യാകേണം. നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം. ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായാത്മാ രാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കേണം. ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക. അംബുജവിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ. ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാകലോകവും ബുക്കാൻ. ഈ കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ഈ കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. നാം ഇന്ന് ആരണ്യകാണ്ഡത്തിലാണ് എത്തി നിൽക്കുന്നത്. ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പരമാത്മസ്വരൂപനായ രാമൻ്റെ കഥ തുടരുന്നതിലൂടെയാണ് ആരണ്യകാണ്ഡം സമാരംഭിക്കുന്നത്. നോക്കൂ, ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ. നീല നീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജ ദലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യ നിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ഇവിടെ പെൺതത്ത കഥ പറയുകയാണ്. ബാലിക എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പൊ തത്തകുലത്തിന് ശിര അലങ്കാരമായിട്ടുള്ള അല്ലയോ, അല്ലെങ്കിൽ ശ്രേഷ്ഠയായിട്ടുള്ള അല്ലയോ തത്തപ്പെണ്ണെ, നീ ഭഗവാന്റെ തുടർന്നുള്ള കഥ പറയൂ എന്ന് പറയുകയാണ്. ഇവിടെ ഭഗവാൻ നീല നീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജദലലോചനൻ നാരായണൻ. ഭഗവാന്റെ ആ ഒരു നിറത്തെക്കുറിച്ച് പറയാം. നീല നീരത നിഭനാണ് ഭഗവാൻ. കറുത്ത മേഘത്തിന് തുല്യമായി നിറമുള്ളവനാണ്. നിർമ്മലനാണ്, പരിശുദ്ധനാണ് ഭഗവാൻ. നിരഞ്ജനനാണ്, കളങ്കമില്ലാത്തയാളാണ്. നീല നീരജ ദലലോചനനാണ്, എന്നുവെച്ചാൽ നീലത്താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയ ആളാണ് ഭഗവാൻ. നാരായണനാണ്. നാരായണൻ നാരത്തിൽ ശയിക്കുന്നവനെന്നും, അല്ലെങ്കിൽ നാരെന്ന് പറഞ്ഞാൽ വെള്ളമാണ്, വെള്ളത്തിൽ ശയിക്കുന്നവനെന്ന അർത്ഥത്തിലും, പിന്നെ നരസമൂഹത്തിൻ്റെ ജീവാത്മരൂപേണ പ്രവേശിക്കുന്നവനെന്നും ആ ഒരു നാരായണ പദത്തിന് അർത്ഥമുണ്ട്. നരന്മാരെ സംരക്ഷിക്കുന്നവനെന്നുള്ള ഒരു അർത്ഥവും കൂടിയുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാൻ നീലലോഹിത സേവ്യനാണ്. നീലലോഹിതൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരനാണ്. പരമേശ്വരനാൽ സേവിക്കപ്പെടുന്നയാളാണ്. നിഷ്കളങ്കനാണ്, നിഷ്കളനാണ്. നിഷ്കളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളങ്കമില്ലാത്തയാള്, കലകളില്ലാത്തയാള്, നിത്യനാണ്, പരനാണ്, ശ്രേഷ്ഠനാണ്, കാലദേശാനുരൂപനാണ്, കാലദേശങ്ങൾക്ക് ഉചിതമായ രൂപത്തിൽ വർത്തിക്കുന്നവനാണ്, കാരുണ്യ നിലയനാണ്, നിലയനനാണ്. കാരുണ്യത്തിൻ്റെ
ആ ഒരു എന്താ പറയുക ഇരിപ്പിടമായിട്ടുള്ളയാളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകൾ പാലനപരായണനാണ്, എല്ലാവരെയും പാലിക്കുന്നതിൽ ആ ഒരു കാരുണ്യവാനാണ്, പരമാത്മാവാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലും മതിയാകില്ല. ആ ഭഗവാന്റെ ചരിത്രം, ആ ശ്രീരാമചരിതങ്ങൾ, അതിലും വിശേഷിച്ചു സാരമായ ഒരു മുക്തി സാധനം രസായനം, എല്ലാവർക്കും മുക്തി തരുന്ന ഒരു രസായനമാണ് ഭഗവാന്റെ ആ ഒരു ചരിത്രം. ഔഷധമാണ്, മഹത്തായ ഔഷധമാണ്. ആ ഒരു കഥയാണ് നീ പറയേണ്ടത്. അങ്ങനെയുള്ള ആ കഥ ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാറാതെ പറകന്ന് കേട്ട് പൈങ്കിളി ചെന്നാൾ. പിന്നെ തത്തപ്പണിനോട് പറയുകയാണ്, നിന്റെ വാക്സാമർഥ്യം അപാരമാണ്, അമൃതിന് സമാനമാണ്. അങ്ങനെയുള്ള വാഗ്വിലാസത്തിന് ഉടമയായ നീ വേഗം തന്നെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. നമുക്കറിയാം, എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് രാമായണം രചിച്ചിട്ടുള്ളത്, അധ്യാത്മരാമായണം രചിച്ചിട്ടുള്ളത്. ആ കിളിപ്പെണ്ണിനോട് പറയുന്നു ഭഗവാന്റെ കഥ പറയാനായിട്ട്. അങ്ങനെ അത് കേട്ട് പാരാതെ പറകന്ന് കേട്ട് പൈങ്കിളി ചെന്നാൾ. പൈങ്കിളി പറയുകയാണ്, ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാല ശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ ബാലികയെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. ബാലലോചനനും, നെറ്റിത്തടത്തില് ലോചനങ്ങൾ കണ്ണുകളോട് കൂടിയവനായ പരമേശ്വരൻ, പശുപതി, ചന്ദ്രശേഖരൻ, ആ ഭഗവാൻ, പരമാത്മസ്വരൂപനായ ആ ഈശ്വരൻ ശ്രീപാർവതിയോട് പറയുകയാണ്, അല്ലയോ ഭക്തപ്രിയേ, നീ ഭഗവാന്റെ കഥ കേട്ടുകൊള്ളുക. എങ്ങനെയുള്ള ഭഗവാനാണ്? ആ രാമനാം പരമാത്മാവ് ആനന്ദസ്വരൂപൻ, ആത്മാരാമൻ, അദ്വയൻ, ഏകൻ, അവ്യയൻ, അഭിരാമൻ. അങ്ങനെയുള്ള ഭഗവാന്റെ കഥയാണ് പറയുന്നത്. ആനന്ദനും ആനന്ദവാനും പരമാത്മസ്വരൂപനും ആത്മാരാമനും അദ്വയനും ഏകനും അവ്യയനും അഭിരാമനുമായ ആ ഭഗവാന്റെ കഥ നീ കേട്ടുകൊള്ളുക. അങ്ങനെയുള്ള ആ ശ്രീരാമൻ അത്രി താപസ പ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിയിടിനാൻ ഒരു ദിനം. ശ്രീരാമചന്ദ്രൻ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം സുഖമായിട്ടങ്ങനെ വസിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതാണ് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നതും അവിടെ വെച്ച് അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയ സീതാദേവിക്ക് പട്ടുവസ്ത്രങ്ങളും അതുപോലെ തന്നെ അംഗരാഗവും കുറിക്കൂട്ടും ഒക്കെ കൊടുത്തത് നമ്മൾ കാണുകയുണ്ടായി. അവിടെ ഒരു ദിവസം രാത്രി അവർ കഴിയുകയാണ്. തുടർന്ന് മഹാരണ്യപ്രവേശമാണ്. പ്രത്യൂഷശുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്ത് നത്വാ താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രത്യൂഷശുദ്ധായ, പ്രത്യുഷസി ഉദ്ധായ, പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റിട്ട് മഹർഷി ശ്രേഷ്ഠനായ അത്രിയെ നമസ്കരിച്ചതിന് ശേഷം നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് ഭഗവാൻ ശ്രീഹരി, അതായത് രാമചന്ദ്രപ്രഭു തൻ്റെ മഹാപ്രസ്ഥാനം ആരംഭിക്കുകയാണ്, മഹാരണ്യ പ്രവേശം ആരംഭിക്കുകയാണ്. പുണ്ടരീകോത്ഭവേഷ്ടപുത്ര, ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. അദ്ദേഹം പ്രഭാതത്തിൽ മഹർഷിയോട് പറയുന്നതാണ്, ബ്രഹ്മപുത്രനായ പുണ്ടരീകോദ്ഭവ ഇഷ്ടപുത്ര, ബ്രഹ്മപുത്രനായ അല്ലയോ മഹർഷി, ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാൻ അനുഗ്രഹിക്കണം. അത് മുനിസമൂഹങ്ങളൊക്കെ വസിക്കുന്ന ആ ദണ്ഡകാരണ്യത്തിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ, ദണ്ഡമെന്നിയെ പ്രയാസം കൂടാതെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കണം, അല്ലെങ്കിൽ എത്തിച്ചേരാൻ കഴിയണം. അതിനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണേ. പണ്ഡിതശ്രേഷ്ഠ, കരുണാനിധേ, തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും.
അപ്പോൾ പണ്ഡിതശ്രേഷ്ഠനും കരുണാനിധിയുമായ തപസേന്ദ്ര, നമുക്ക് പോകാനുള്ള ആ വഴി, പ്രധാന വഴി കാണിച്ചു തരാൻ, പെരുവഴി എന്നാ പറയുന്നത്, പെരുവഴി കാണിച്ചു തരാൻ അങ്ങ് കുറച്ച് ശിഷ്യന്മാരെ ഞങ്ങളുടെ കൂടെ അയക്കണേ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ട് തിങ്ങീടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട മഹർഷി വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഇപ്രകാരം പറയുകയാണ്: നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. ഇവിടെ ചോദിക്കുന്നത് ആരാണോ? ഭഗവാനാണ് ചോദിക്കുന്നത്. അത്രി മഹർഷിക്കറിയാലോ ആരാണ് വന്നിരിക്കുന്നതെന്ന്. അദ്ദേഹം അത്രി മഹർഷി പറയുകയാണ്, എല്ലാവർക്കും നേർവഴി കാണിച്ചു കൊടുക്കുന്ന അങ്ങേക്ക് നേരായ വഴി കാണിച്ചു തരാൻ ആരാണുള്ളത് എന്ന് ചോദിക്കുന്നു. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴികാട്ടിയിടും ശിഷ്യരെല്ലാം. ലോകമര്യാദ അനുസരിച്ച് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറയാം അങ്ങയ്ക്ക് വഴികാട്ടിത്തരാനായിട്ട്. ചെല്ലുവിൻ, നിങ്ങൾ മുമ്പിൽ നടക്കെന്ന് അവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അപ്പോൾ ശിഷ്യരോട് നിങ്ങൾ മുമ്പേ നടക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ചു ദൂരം മഹർഷി അവരെ അനുഗമിക്കുകയുണ്ടായി. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു, മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. അങ്ങനെ മഹർഷി തങ്ങളുടെ കൂടെ വരുന്നത് കണ്ടപ്പോൾ ശ്രീരാമൻ തിരിഞ്ഞു നിന്നുകൊണ്ട് മഹർഷിയോട് പറഞ്ഞു, ഇനി അങ്ങ് തിരികെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളിയാലും നിന്തിരുവടി കനിഞ്ഞ് അങ്ങ് എഴുന്നള്ളിയിടണം. അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ. അപ്പം ഞങ്ങൾക്ക് വഴികാട്ടാനായിട്ട് അങ്ങയുടെ ശിഷ്യന്മാരുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങിനി തിരിച്ച് ആശ്രമത്തിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറയുകയുണ്ടായി. എന്ന് കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൂക്ക് ഇരുന്നരുളിയിടിനാൻ. അപ്പം ശ്രീരാമൻ അപ്രകാരം പറഞ്ഞപ്പോഴേക്കും മഹർഷി ശ്രേഷ്ഠനായ അത്രി തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ്, ശ്രീരാമ ലക്ഷ്മണന്മാരെയും സീതയെയും ഒക്കെ ആശീർവദിച്ചിട്ട്. അങ്ങനെ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിൽ അമ്മാറ് മഹാവാഹിനി കാണായി വന്നു. അങ്ങനെ ഒരു വിളിപ്പാടകലെ, ക്രോശമാത്ര ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വിളിപ്പാടകലെ അവർ നടക്കുന്ന സമയത്ത് മുന്നിലമ്മാറ്, അവരുടെ മുൻപിൽ മഹാവാഹിനി, ഒരു നദി കാണുകയുണ്ടായി. അന്നേരം ശിഷ്യர்களോട് അരുളി ചെയ്തു രാമൻ, ഈ നദി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ. ആ നദി കണ്ടപ്പോൾ ശിഷ്യന്മാരോട് രാമചന്ദ്രൻ ചോദിച്ചു, ഈ നദി കടക്കാൻ എന്താണ് ഉപായം എന്ന് ചോദിച്ചു. എന്ന് കേട്ടവர்களுം ചൊല്ലിനാർ, എന്തു ദണ്ഡം മന്നവ, നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും, ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. അപ്പോൾ അത് കേട്ടപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, രാജാവേ, നല്ല തോണിയുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളെ വേഗം തോണി കയറ്റി വിടാം, ഞങ്ങൾക്ക് തോണി തുഴയാനൊക്കെ അറിയാം എന്ന് പറഞ്ഞു. എങ്കിലോ തോണി കരയേറിയിടാം എന്നവർ ചൊന്നാർ, ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ തോണിയിൽ കയറി വളരെ വേഗം തന്നെ മറുകര കടക്കുകയുണ്ടായി. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരന്മാരോട്, നിങ്ങൾ കടന്നങ്ങു പോകെന്ന് ചൊന്നാൻ. അപ്പോൾ തങ്ങളെ തോണി കയറ്റി അവർ മറുകരയിൽ എത്തിച്ചു. അതിനുശേഷം മറുകരയിൽ എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആശ്രമത്തിലേക്ക് മടങ്ങി പൊയ്ക്കൊള്ളുക എന്ന് അനുവാദം കൊടുത്തു. ശിഷ്യന്മാർക്ക് അനുവാദം കൊടുത്തു. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ച അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി ഗുരുവിനോട് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും ലക്ഷ്മണ കുമാരൻ്റെയും സീതാദേവിയുടെയും വൃത്താന്തങ്ങൾ ഒക്കെ അറിയിച്ചു. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകം ബുക്കാർ. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഘോരമായ മഹാവനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയുണ്ടായി. അവിടെ ചില്ലി ഝങ്കാര നാദമണ്ഡിതം സിംഹ വ്യാഘ്ര ശല്യാദി മൃഗ ഗണ ആകീർണം ആതപഹീനം ഘോര രാക്ഷസകുല സേവിതം ഭയാനകം ക്രൂര സർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചെന്നാർ. ആ ഘോരമായ കാടിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഝില്ലി
ഝങ്കാരനാദമണ്ഡിതം. ചീവീടുകളുടെ, ചിലി എന്ന് പറഞ്ഞാൽ ചീവീടുകളാണ്, ചീവീടുകളുടെ ശബ്ദം കൊണ്ട് ഝങ്കാരം മുഴങ്ങുന്നതും സിംഹവ്യാഘ്രശല്യങ്ങൾ, സിംഹം, കടുവ, അതുപോലെ തന്നെ പന്നി മുതലായ മൃഗങ്ങളും ഘോര രാക്ഷസ കുലം, ഘോരരായ ക്രൂരന്മാരായ രാക്ഷസന്മാരെ കൊണ്ടും നിറഞ്ഞതാണ് ഈ കാട്. അതുപോലെ തന്നെ ക്രൂര സർപ്പാതിപൂർണം കണ്ടു രാഘവൻ. ക്രൂരമായ സർപ്പങ്ങളും ധാരാളമായിട്ടുണ്ട് അവിടെ. നിബിഡമായ വനമാണ് അവിടെ. ആതപം, വെയില് താഴേക്ക് എത്തില്ല, അത്രമാത്രം നിബിഡമായ വനമാണ് ഉള്ളത്. കൊടുങ്കാട്ടിലൊക്കെ പോയാൽ അങ്ങനെയാണല്ലോ, ഇവിടെ ചൂടുണ്ടാവില്ല, എപ്പോഴും തണുപ്പാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആ ഇടതിങ്ങിയ ആ ഘോരമായ കാട്ടിലേക്കാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്, രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഈ ഘോരമായ മൃഗങ്ങളെയും, സിംഹം, കടുവ, പന്നി, ക്രൂര സർപ്പങ്ങൾ, ഇതിനെയൊക്കെ കണ്ടിട്ട് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ. നീ നാലുവശവും നോക്കിക്കൊള്ളൂ ലക്ഷ്മണ. നരഭോജികളായ രാക്ഷസന്മാർ ആഹാരം തേടി നടക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. വില്ലിനി നന്നായി കുഴിയെ കുലക്കുകയും വേണം, നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുകയും കയ്യിൽ. നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞു. വില്ല് കുഴിയെ കുലച്ച് പിടിക്കണം, നന്നായിട്ട് വലിച്ചു പിടിക്കണം, ശരവും ഉണ്ടാകണം എന്ന് പറഞ്ഞു. തുടർന്ന് മുമ്പിൽ നീ നടക്കണം, വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. മുമ്പേ നീ നടക്കണം, നിന്റെ പിന്നാലെ സീത നടക്കണം, അതിന് പിന്നാലെ ഞാനും ഉണ്ടാകാം, ഞാനും നടക്കണം. അപ്പോൾ സീതയെ നടുക്ക് നിർത്തി രാമലക്ഷ്മണന്മാർ രണ്ടുപേരും മുന്നിലും പിന്നിലുമായി നിന്നുകൊണ്ടാണ് വനത്തിലേക്കുള്ള അവരുടെ യാത്ര. അപ്പോൾ സീത രാമന്റെയും ലക്ഷ്മണന്റെയും നടുവിൽ നിൽക്കുന്നതിന് ഇപ്രകാരമാണ് വർണ്ണിക്കുന്നത്. ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ. ഇപ്പോൾ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും മധ്യത്തിലായിട്ട് മായാശക്തി എന്നതുപോലെ ഇവരുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ സീതാദേവി നടന്നു പോവുകയാണ്. ഇവിടെ രാമനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് സീത വരുന്നത്. നമ്മൾ അതിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. മാത്രമല്ല ലക്ഷ്മണൻ ജീവാത്മാവിനെയും രാമൻ പരമാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് ആരുള്ളത്? സീതയുള്ളത്. ആ സീത പരാശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രാമായണ കഥയ്ക്ക് കഥനതലത്തിൽ നിന്ന് ഒരു ആധ്യാത്മിക തലത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ടാണ് രാമായണത്തിലെ ആരണ്യകാന്ഡം നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാമായണത്തിൻ്റെ അകക്കാമ്പാണ് ആരണ്യകാന്ഡം എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട, ഇനി രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംഭവ ബഹുലമായ കാര്യങ്ങൾ നടക്കുന്നത് ഇനി തൊട്ടുള്ള ഭാഗങ്ങളിലാണ്. അപ്പം അങ്ങനെ അവരങ്ങനെ പോവുകയാണ്. ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാം. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ സീതാദേവി ഇങ്ങനെ നടന്നു പോകുമ്പോൾ സീതാദേവിക്ക് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യകതയില്ല എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിൽ അമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് അവർ ഏതാണ്ട് ഒരു യോജന അങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ ഒരു പുഷ്കരണി കണ്ടു. പുഷ്കരണി എന്ന് പറഞ്ഞാൽ ഒരു തടാകമാണ്. തടാകം അവിടെ കാണുകയാണ്. ആ തടാകത്തിൽ എന്തൊക്കെയുണ്ട്? കൽഹാര ഉൽപ്പല കുമുദ അംബുജ രക്തോൽപല ഭുല്ല പുഷ്പേ ഇന്ദീവര ശോഭിത അച്ഛജലം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പൊയ്കയാണ് അവരവിടെ കാണുന്നത്.
കൽഹാരം എന്നുവെച്ചാൽ സൗഗന്ധിക പുഷ്പമുണ്ട്. ഉൽപ്പല പുഷ്പം ഉണ്ട്, ചെങ്ങഴിനീർ പൂവുണ്ട്, കുമുദം ആമ്പലുണ്ട്, അംബുജം താമരയുണ്ട്, രക്തോൽപ്പലം എന്ന് പറഞ്ഞാൽ ചെന്താമരയുണ്ട്. അങ്ങനെ പുല്ലപുഷ്പമാണ് വികസിച്ച് നിൽക്കുന്ന പുഷ്പങ്ങൾ. അങ്ങനെ ഇന്ദീവരമുണ്ട്, കരിങ്കൂളമുണ്ട്. അച്ഛജലം നിറഞ്ഞ തടാകം എന്ന് പറഞ്ഞാൽ ശുദ്ധജല തടാകമാണ് അവിടെ കാണുന്നത്. അങ്ങനെ ആ തടാകത്തിൽ വിടർന്നു നിൽക്കുന്ന ആ പുഷ്പങ്ങളെയൊക്കെ കണ്ട് വളരെ സന്തോഷചിത്തരായിട്ട് അവര് തോയപാനവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. ആ തടാകത്തിലെ ശുദ്ധജലമൊക്കെ കുടിച്ച് ദാഹം തീർത്ത് അതിനടുത്ത് കണ്ട ഒരു മരത്തണലിൽ അവരിരുന്ന് അങ്ങനെ വിശ്രമിക്കുകയാണ്. തുടർന്ന് വിരാധവധമാണ് നടക്കുന്നത്. അന്നേരമാശു കാണായി വന്നിടു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോജ്വല ദംഷ്ട്രാന്വിത വക്ത്ര ഗഹ്വരം ഘോരാകാരം ആരണ്യനേത്രം വാമാംസസ്ഥലന്യസ്ഥശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമ ശാർദൂല സിംഹ മഹിഷ വരാഹാദിവാരണ മൃഗ വനഗോചര ജന്തുക്കളും. അപ്പോൾ വരുന്നതൊരു ഭീകര രൂപിയാണ് വരുന്നത്. അന്നേരം ആശു കാണായി വന്നു. ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അന്നേരം വളരെ പെട്ടെന്ന് തന്നെ കാണുകയാണ് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. വളരെ പൊക്കമുള്ള, വളരെയധികം പൊക്കമുള്ള ഒരു ഭീകര സത്വം വന്നിരിക്കുകയാണ്. ആ സത്വം അത്യുഗ്രാരവത്തോടെയാണ് വരുന്നത്. അതിഭയങ്കരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. കൂടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഉദ്ധൂത വൃക്ഷമുണ്ട്. ഉദ്ധൂത വൃക്ഷം പിഴുതെടുത്ത ഒരു മരം പിഴുതെടുത്ത് അതും കൂടിയിട്ടുണ്ട്. കയ്യിൽ കരാളോജ്വല ദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം എന്ന് വെച്ചാൽ കരാളം, ഭയങ്കരവും ഉജ്ജ്വലം തിളങ്ങുന്നതും ആയ ദംഷ്ട്രാന്വിതം, ദംഷ്ട്രങ്ങളോട് കൂടിയ വക്ത്രം, വായ എന്നുവെച്ചാൽ ഗുഹ പോലെയുള്ള വായ, തിളങ്ങുന്ന ഘോര ദംഷ്ട്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ വായവും തുറന്നു വെച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. വക്ത്രഗഹ്വരം ഘോരാകാരം ആരണ്യനേത്രം. ഘോരമായ ആകാരമാണ് അവൻ്റെ, ഭയങ്കരമായ രൂപമാണ്. ആരണ്യനേത്രമാണ് അവൻ്റേത്. ചുവന്ന തുടുത്ത കണ്ണുകളാണ്. കൂടാതെ വാമാംസസ്ഥന്യസ്ഥശൂലാഗ്രം എന്നുവെച്ചാൽ ഇടത് തോളില് ഒരു ശൂലം വെച്ചിട്ടുണ്ട്. വാമം എന്ന് പറഞ്ഞാൽ ഇടതാണ്. ആംസസ്ഥലം എന്ന് പറഞ്ഞാൽ തോള്. വാമം ഇടത് തോളില് ഒരു ശൂലം വെച്ചിട്ടുണ്ട്. ആ ശൂലത്തില് കുറേ ജന്തുക്കളെ തറച്ച് വെച്ചിട്ടുണ്ട്. ശൂലാഗ്രത്തിൽ, ആ ശൂലത്തിൻ്റെ മുനയിൽ കോർത്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെ ജന്തുക്കളാണ്? ഭീമ ശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗ വനഗോചര ജന്തുക്കൾ. ഭീമനായ ശാർദൂലത്തെ വലിയ കടുവയുണ്ട്, മഹിഷം പോത്തുണ്ട്, വരാഹം പന്നിയുണ്ട്, വാരണം ആനയുണ്ട്, മൃഗം മാനിനെയുണ്ട്, വനഗോചര ജന്തുക്കളുണ്ട്. കാട്ടിലുള്ള സകല ജന്തുക്കളും പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോചര ഭീമശാർദു വാരണ മൃഗ ഗോചര ജന്തുക്കളും എന്നുവെച്ചാൽ ആ കാട്ടിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ജന്തുക്കളെയും അവൻ്റെ ആ ഒരു ശൂലത്തിലുണ്ട്. കൂടാതെ പുരുഷന്മാരും കരഞ്ഞേറ്റം തുള്ളിത്തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ട് അത്യുച്ചത്തിൽ അലറി വന്നിടിനാൻ അതു നേരം. ഈ മൃഗങ്ങളെ മാത്രമല്ല, ഇവന്റെ ഈ ശൂലത്തേല് പിടഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെയും കാണാം. മനുഷ്യരെയും കോർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വരുന്ന വഴിക്ക് കണ്ട ജീവികളെയും മനുഷ്യന്മാരെയും എല്ലാം പിടിച്ച് കോർത്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ശൂലത്തേല്. മനുഷ്യന്മാരതിൽ പിടഞ്ഞ് നിലവിളിക്കുകയാണ്. ഈ ശൂലത്തില് കൂടാതെ അവൻ പച്ചമാംസം ഭക്ഷിച്ചുകൊണ്ടും ആണ് വരുന്നത്. ഉച്ചത്തിൽ അലറിക്കൊണ്ടാണ് വരുന്നത്.
ആ സമയത്ത് ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടധ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമഭദ്രൻ. ഇവനിങ്ങനെ വരുന്ന കണ്ടപ്പോഴേക്കും വില്ലും അമ്പും ഒക്കെ എടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് ലക്ഷ്മണനോട് പറഞ്ഞു, കണ്ടോ, നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. നോക്കൂ, നമ്മുടെ നേരെ ഭയങ്കരനായ ഒരു രാക്ഷസൻ പാഞ്ഞു വരുന്നുണ്ട്. സന്നാഹത്തോട് ബാണം തൊടുത്ത് നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര. നീ മനക്കരുത്തോടെ അവിടെ നിന്നോളുക. അമ്പ് തൊടുത്ത് മനക്കരുത്തോടെ നിന്നുകൊള്ളൂ. ഞാൻ അവനോട് പോയിട്ട് പൊരുതിക്കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ സീതയോട് പറയുകയാണ്, സീതേ, നീ വല്ലഭേ ബാലേ സീതയെ പേടിയായി കേതുമോട് വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ. സീതയെ, നീ ഭയപ്പെടുകയൊന്നും വേണ്ട, ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമിളകാതെ വന്നടുത്തിതു രാക്ഷസപ്രവരനും. ഇവരെ കണ്ടിട്ട് ആ രാക്ഷസൻ ഓടി അലറിക്കൊണ്ടാണ് വരുന്നത്. ഈ രാക്ഷസനെ കണ്ടിട്ട് ഒരു ഇളക്കവും കൂടാതെ ശ്രീരാമചന്ദ്രൻ അങ്ങനെ നിൽക്കുകയാണ്. നിഷ്ഠൂരതരം അവൻ അട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടും നാദം പോലെ. അപ്പം രാക്ഷസൻ ഇടി വെട്ടുന്നത് പോലെ അട്ടഹാസം ചെയ്ത് അവൻ്റെ ആ അട്ടഹാസം കേട്ട് 8 ദിക്കുകളും അങ്ങനെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാർ ഉര ചെയ്താൻ. അവൻ്റെ കണ്ണ് തീക്കട്ട പോലെ ജ്വലിക്കുകയാണ്. അങ്ങനെ തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് ഇവരെ ദേഷ്യത്തോടെ, ക്രോധത്തോടെ, ഉഗ്രകോപത്തോടെ നോക്കിക്കൊണ്ട് 8 നാടും പൊട്ടെ ആ രാക്ഷസൻ ഇങ്ങനെ അലറുകയാണ്. കഷ്ടമാഹന്ത കഷ്ടം, നിങ്ങൾ ഇരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നിത് അസ്തഭയം. ചാപ തൂണീര ബാണ വൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. അവിടെയാണ് അർത്ഥം പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് വായിക്കണത്. 8 ദിക്കും പൊട്ടുമാർ അവൻ എന്താണ് പറയണത്? രാക്ഷസൻ കഷ്ടം, ദുഷ്ടജന്തുക്കളുള്ള ഈ ഭയങ്കര വനത്തില് വില്ലും ശരങ്ങളും ആവനാഴിയും മരവുരിയും ജടയും ഒക്കെ ധരിച്ച് ഒരു മുനിവേഷമൊക്കെ പൂണ്ട് ഒരു സ്ത്രീയോടുകൂടി യാതൊരു ഭയമില്ലാതെ നിർഭയമായിട്ട് സഞ്ചരിക്കുന്ന ബാലന്മാരാണല്ലോ നിങ്ങൾ. കിഞ്ചിന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നത് എന്തൊരു മൂലം ചൊൽവിൻ. അപ്പോൾ ഈ കാട്ടിൽ ഇങ്ങനെ യാതൊരു പേടിയുമില്ലാതെ ഈ ബാലന്മാരായ നിങ്ങൾ ഒരു സ്ത്രീയോടുകൂടി എന്തിനാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. രക്ഷോവാണികൾ കേട്ട് തൽക്ഷണം അരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. അവൻ്റെ ഈ വെടിപെട്ടുന്നത് പോലെയുള്ള ഒച്ച കേട്ടിട്ട് രാമചന്ദ്രപ്രഭുവിന് എന്തെങ്കിലും കുലുക്കമുണ്ടോ? മന്ദഹാസത്തോടുകൂടി ചെറുപുഞ്ചിരിയോടുകൂടി പറഞ്ഞു, രക്ഷോവാണികൾ കേട്ട്, രാക്ഷസന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഇപ്രകാരം ഇക്ഷ്വാകുകുലനാഥൻ പ്രകാരം പറഞ്ഞു, രാമനൻ എനിക്ക് പേരെന്ന്, പത്നി ഇവൾ വാമലോചന, സീതാദേവി എന്നല്ലോ നാമം. എൻ്റെ പേര് രാമനെന്നാണ്. ഈ സുന്ദരി എൻ്റെ ധർമ്മപത്നിയായ സീതയാണ്. ലക്ഷ്മണനാണ് അടുത്ത് നിൽക്കുന്നത്, എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ്. പുക്കിത് ലക്ഷ്മണൻ എന്ന് നാം ഇവന് മൽസോദരൻ. പുക്കിത് വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിയണി. വളരെ വേഗം രാമചന്ദ്രൻ പറയുകയുണ്ടായി, ഇത് സീത എൻ്റെ ഭാര്യ, തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ. അച്ഛൻ്റെ നിയോഗത്താൽ ഞങ്ങൾ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാക്ഷസ ജാതികൾ, നിന്നെപ്പോലെയുള്ള രാക്ഷസന്മാരെ, ക്രൂരന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ശ്രുത്വാ രാഘവ വാക്യം അട്ടഹാസവും ചെയ്ത് വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ശ്രുത്വാ രാഘവ വാക്യം അട്ടഹാസവും ചെയ്തു. ശ്രുത്വാ രാഘവവാക്യം, രാഘവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാക്ഷസന് ദേഷ്യമായി. അവൻ അട്ടഹസിച്ച് ഒരു സാലവും ഒരു വൃക്ഷവും പിഴുതെടുത്തുകൊണ്ട് ഓടിച്ചെല്ലുകയാണ് രാഘവനടുത്തേക്ക്. എന്നിട്ട് പറയാണ്, ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ? ശക്തനായ വിരാധൻ, ഞാൻ വിരാധനാണ്, വിരാധനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതുള്ളത്
എത്രയും മൂഢൻ ഭവാൻ എന്നിക ധരിച്ചേൻ ഞാൻ. ഈ ത്രിലോകത്തിലും ഈ 3 ലോകത്തിലും എന്നെ അറിയാത്തവര് ആരുമില്ല. ഞാൻ വിരാധനാണ്, നീ കേട്ടിട്ടില്ലേ എന്നെ? അങ്ങനെ എന്നെ അറിയാത്ത നീ മൂഢൻ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. എന്നെ പേടിച്ചിട്ട് മുനിമാരെല്ലാം ഈ പ്രദേശം ഉപേക്ഷിച്ചിട്ട് ദൂരെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവിക്കാൻ ആശയുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളെയും വെടിഞ്ഞ് എങ്ങാനും ഓടി പോവിനല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ. നിങ്ങൾക്ക് ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ ഈ സുന്ദരിയെയും നിങ്ങൾ ധരിച്ചിട്ടുള്ള ആയുധങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാനിപ്പോൾ തിന്ന് എൻ്റെ വിശപ്പടക്കുമെന്ന് പറയുകയുണ്ടായി. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരം അടുത്തത് കണ്ടു. രാഘവൻ അപ്പോൾ പത്രികൾ കൊണ്ട് തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും വിളർന്നതിസത്വരം നക്തഞ്ചരൻ അടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൻ പാദങ്ങൾ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് വിരോധൻ എന്ത് ചെയ്തു? വിരാധൻ വേഗം സീതയുടെ നേർക്കെടുത്തു. പെട്ടെന്ന് ശ്രീരാമൻ എന്ത് ചെയ്തു? അമ്പുകൾ കൊണ്ട് അവൻ്റെ കൈകൾ അറുത്തു. അപ്പോൾ അവൻ കോപത്തോടുകൂടി ബദ്ധരോഷേണ വളരെ കോപത്തോടുകൂടി രാമൻ്റെ നേർക്ക് പാഞ്ഞു. അപ്പോൾ രാമൻ ഒരു ശരം കൊണ്ട് അവൻ്റെ കാലുകൾ മുറിച്ചു. അത് കണ്ടപ്പോഴവന് പാദങ്ങളും ഖണ്ഡിച്ചു. ആ സമയത്ത് ബദ്ധരോഷത്തോടവൻ പിന്നെയും എടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ എയ്തു രാമൻ. അങ്ങനെ കൈകളും കാലുകളും മുറിഞ്ഞവൻ കോപത്തോടുകൂടി രാമൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവൻ്റെ ശിരസ് രാമൻ എയ്തു വീഴ്ത്തി. രക്തവും പരന്നിതു ഭൂമിയിൽ അത് കണ്ട് ചിത്തകൗതുകത്തോട് പുണർന്നു വൈദേഹിയും. അവൻ്റെ ശിരസറുത്തപ്പോൾ അവൻ്റെ ചോര കൊണ്ട് രക്തം പുഴയായിട്ട് ഇങ്ങനെ പരന്നൊഴുകുകയാണ്. അത് കണ്ടിട്ട് സീതാദേവി വളരെ സന്തോഷത്തോടുകൂടി രാമനെ ആലിംഗനം ചെയ്തു. നൃത്തവും തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. ഇപ്പോൾ ദേവനാരികളായ അപ്സര സ്ത്രീകൾ സന്തോഷത്തോടുകൂടി നൃത്തം തുടങ്ങി. കൂടാതെ ദേവദുന്ദുഭികളുടെ വനത്തിൽ ആകാശത്തിൽ ദേവന്മാരുടെ പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇത്രയും നാള് ശല്യമായി നിന്നിരുന്ന ആ വിരാധന് അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപത്തെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണങ്ങളും കൊണ്ട് സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. രാമനെ ആ സമയത്താണ് വിരാധൻ്റെ തല കൊയ്ത് വിരാധൻ മരിച്ച ആ സമയത്ത് വിരാധൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ധന്യരൂപത്തെ കാണുകയാണ്. ഒരു മനോഹര രൂപം ആകാശത്ത് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം എങ്ങനെയാണ്? സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകാന്തിയ സുന്ദര ശരീരനായ നിർമ്മലാംബരത്തോടും ആണ് കാണുന്നത്. സ്വർണഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പരിശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച് സൂര്യകാന്തിയോടുകൂടി ഒരു സുന്ദര രൂപനാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ആ രൂപം രാമനെ സ്തുതിക്കുകയാണ്. രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണ ഇന്ദീവരദളശ്യാമം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃദിജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. രാമന്റെ ആ ഒരു രൂപത്തെക്കുറിച്ച് രാമായണകാരൻ വർണ്ണിക്കുകയാണ്. നമുക്കറിയാം, പല ഭാഗത്തും എഴുത്തച്ഛന് രാമന്റെ 1-2 പദങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം തൃപ്തിപ്പെടില്ല. ഭഗവാന്റെ പര്യായ ശബ്ദങ്ങൾ കൊണ്ട് ഒരു മാല കോർത്ത് ഒരു ഹാരം ഭഗവാന്റെ കണ്ഠത്തിൽ അണിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു സഖ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് വായിക്കുന്ന നമുക്കും ആ ഒരു സുഖമുണ്ടാകണം. ഭഗവാനെ പറയുകയാണ്, ആ രാഘവനെ
പ്രണതാർത്ഥിഹാരണം, നമിക്കുന്നവരുടെ ദുഃഖം ശമിപ്പിക്കുന്നവനായ ആ ഭഗവാൻ. ഘൃണാകരം, ദയയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ളവൻ. ഘൃണ എന്ന് പറഞ്ഞാൽ ദയയാണ്. രാഗേന്ദുമുഖം, പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്നവനായ, ഭവഭഞ്ജകനായ, സംസാര ദുഃഖം നശിപ്പിക്കുന്നവനായ, ഭയഹരം, ഭയത്തെ ഇല്ലാതാക്കുന്നവനായ ആ ഇന്ദിരാരമണ, ലക്ഷ്മീദേവിയുടെ ആ ഭർത്താവ്. ഇന്ദീവരതളശ്യാമം, കരിങ്കൂവളപ്പൂവിളുതൽ പോലെ കറുത്ത കണ്ണുകളോട് കൂടിയവനായ ഭഗവാൻ. ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിത പദം, ഇന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്ന പാദങ്ങളുള്ള ആ സുഹൃദിജന മനോമന്ദിരം, പുണ്യജനങ്ങളുടെ മനസ്സാകുന്ന മന്ദിരത്തോടു കൂടിയവനായ ആ രാമചന്ദ്രനെ, അങ്ങനെയുള്ള ആ ഭഗവാനെ വർണ്ണിക്കുകയാണ്, സ്തുതിക്കുകയാണ് വിരാധൻ. വന്ദിച്ചു അങ്ങനെയുള്ള ആ സുന്ദരം സുകുമാരം സുഹൃതിജന മനോമന്ദിരം, സുഹൃതികളായ ജനങ്ങളുടെ മനസ്സിൽ വസിക്കുന്നവനായ ഭഗവാൻ, ആ രാമചന്ദ്രൻ, ജഗദാഭിരാമൻ, ജഗത്തിനൊക്കെ അഭിരാമനായ ഭഗവാനെ വന്ദിച്ച് ദണ്ഡ നമസ്കാരവും ചെയ്തു. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് വിരാധൻ. തുടർന്ന് അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. നോക്കൂ, ശ്രീരാമ രാമ രാമ, ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ, കമലാപതേ ധരാപതേ, ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർവിതനായ ഒരു രാത്രിഞ്ചരനായേനല്ലോ. തൻ്റെ പൂർവചരിത്രം പറയുകയാണ്. അപ്പൊ നമ്മൾ കണ്ടിരുന്ന വിരാധനിൽ നിന്ന് ഒരു മനോഹരമായ രൂപം ഉയർന്നു വന്നു. അപ്പൊ ഞാൻ ആരാണ് എന്ന കാര്യം പറയുകയാണ്. അല്ലയോ ഭഗവാനെ, ഞാൻ ഒരു വിദ്യാധരനാണ്. ആരുടെ? കാരുണ്യമൂർത്തിയായ അല്ലയോ കമലാപതേ ധരാപതേ, ദുർവാസാവ് മുനിയുടെ ശാപത്തിനാൽ ഗർവിതനായ രാത്രിഞ്ചരനായതാണ്. ദുർവാസാവ് മുനി എൻ്റെ അഹങ്കാരത്താൽ എന്നെ ശപിക്കുകയുണ്ടായി. ആ ശാപം കാരണമാണ് ഞാനൊരു രാത്രിഞ്ചരനായിട്ട് മാറിയത്. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന് മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. ഭഗവാനെ, അങ്ങയുടെ ആ മാഹാത്മ്യം കൊണ്ട് എൻ്റെ ശാപമൊക്കെ തീർന്നു, ഞാൻ മോക്ഷം പ്രാപിച്ചിരിക്കുകയാണ്. സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്തിയ. അല്ലേ ഭഗവാനെ, അങ്ങയുടെ പാദകമലങ്ങൾ എപ്പോഴും എനിക്ക് ഭക്തിപൂർവം ചിന്തിക്കാനായി വരയണമേ മാനസത്തിന്റെ ഭക്തിയ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം. ഇവിടെ വിരാധൻ പറയുകയാണ്, വാക്കുകൾ കൊണ്ട് രാമനാമം എനിക്ക് ജപിക്കണം. എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ കൈകൾ കൊണ്ട് അങ്ങയുടെ പാദപൂജ നടത്താൻ അവസരമുണ്ടാകണം. കാതുകൾ കൊണ്ട് അവിടുത്തെ കഥകൾ കേൾക്കണം. കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ വിഗ്രഹങ്ങൾ എനിക്ക് കാണാൻ ഇടവരേണം എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ കണ്ടു, വിരാധൻ ഒരു വിദ്യാധരനായിരുന്നു. ആ വിദ്യാധരനായി തീർന്നപ്പോൾ തൻ്റെ ആ ഒരു പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. തുടർന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നീരണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. എൻ്റെ ശിരസ്സുകൊണ്ട് എപ്പോഴും അങ്ങയെ എനിക്ക് നമസ്കരിക്കാനായിട്ട് ഇടവരണം. മാത്രമല്ല അങ്ങയുടെ ഉത്തമനായ ഭക്തന്മാരുടെ ഭൃത്യനായി തീരാനും എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. തുടർന്ന് ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ, നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ, നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമ നമ. അപ്പോൾ ജ്ഞാനമൂർത്തിയായ അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ആത്മാരാമനും ലോകാഭിരാമനും സീതാഭിരാമനുമായ അങ്ങേക്ക് നമസ്കാരം എന്ന് പറയുന്നു. ദേവലോകത്ത് പോവാൻ അനുഗ്രഹിക്കണം ദേവേശ. പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ, എന്നെ ദേവലോകത്തേക്ക് പോകാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് വിദ്യാധരൻ പറയുകയാണ്. തുമ്പുരു എന്ന വിദ്യാധരനാണെന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. വിദ്യാധരൻ പറയുകയാണ്, എൻ്റെ ലോകത്തേക്ക്, ദേവലോകത്തേക്ക് പോകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന്.
ദേവന്മാരിലെ ഒരു വിഭാഗമാണ് വിദ്യാധരന്മാർ. അനുഗ്രഹിക്കണേ. ദേവലോകത്തേക്ക് പോകാനുള്ള അനുവാദം ചോദിച്ചതിന് ശേഷം ഒരപേക്ഷ കൂടി വിദ്യാധരൻ മുന്നോട്ട് വെക്കുകയാണ്. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന സന്തതം നമസ്കാരം. അല്ലയോ ഭഗവാനെ, എനിക്കൊരു അപേക്ഷയുണ്ട്. അങ്ങയുടെ മഹാദേവി മായാദേവി എന്നെ മോഹിപ്പിക്കാതിരിക്കാനുള്ള ഒരു കാരുണ്യം എന്നോട് കാട്ടണേ എന്ന് പറയുകയാണ്. നമ്മളും ആ ഒരു തരത്തിലാകണം. മായയെ ഇല്ലായ്മ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ പദത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ചേരാനുള്ള ഒരവസരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും. ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീരാമനോട് യാത്രാനുമതിയൊക്കെ വാങ്ങി സ്വർഗത്തിലേക്ക് പോവുകയാണ് വിദ്യാധരൻ. വിദ്യാധരൻ്റെ അപേക്ഷയെല്ലാം കേട്ടിട്ട് അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ശ്രീരാമൻ പറയുന്നുണ്ട്. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ, ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. മുക്തന് എന്നിയെ, മുക്തനല്ലാതെ. മുക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചവനാണ്, ആ മോക്ഷപ്രാപ്തി നേടുന്നവനാണ്. അത് നമ്മൾ വിചാരിക്കും മരണശേഷമാണോ മോക്ഷം ലഭിക്കുക എന്ന്. അല്ല, ജീവിച്ചിരിക്കുന്നപ്പോൾ തന്നെ നമുക്ക് മോക്ഷം ലഭിക്കും. സംസാര ദുഃഖത്തിൽ നിന്ന്, നമ്മളെല്ലാം സംസാരികളാണ്, ലൗകികരാണ്, ലൗകിക സുഖത്തിൽ കാംക്ഷയുള്ളവരാണ്, അത് തെറ്റൊന്നുമല്ല. പക്ഷേ അമിതമായ ആ ഒരു ആർത്തി പാടില്ല എന്നത് തന്നെയാണ്. എല്ലാ സുഖങ്ങളുടെയും എല്ലാ ഈ സംസാര ലൗകിക സുഖം എന്ന് പറയുന്നത് സംസാര ദുഃഖം എന്നാണ് പറയുക. അതിൽ നിന്ന് ആർക്കാണോ മോചനം ലഭിച്ചിട്ടുള്ളത്, അല്ലെ അതിനു വേണ്ടിയിട്ട് ആരാണോ പരിശ്രമിക്കുന്നത് അവർക്കാണ് മോക്ഷം ലഭിക്കുക. ആ മോക്ഷം ലഭിച്ചവന് മാത്രമേ ആരെ കാണാൻ പറ്റുള്ളൂ? ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തി ലഭിച്ചിടും. അതിനു വേണ്ടിയിട്ട് ഭഗവാനോടുള്ള ഭക്തിയാണ് ഉണ്ടാകേണ്ടത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയല്ല വേണ്ടത്, ഭഗവാനെ ഉള്ളൊഴിഞ്ഞ് ഉള്ള ഒരു ഭക്തി, എന്നുവെച്ചാൽ അൺകണ്ടീഷണൽ ലവ് ആണ് നമുക്ക് ഭഗവാനോട് വേണ്ടത്. അപ്പോഴാണ് ഭഗവാനും ഭക്തനും ഒന്നു ചേരുന്നത്. അവിടെയാണ് തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള ആ ഒരു തത്വത്തിന് അർത്ഥം വരുന്നത് അവിടെയാണ്. അപ്പം അങ്ങനെ രാമനോട് അനുച്ഛയം കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൊക്കാൻ. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം ആ വിദ്യാധരൻ തങ്ങളുടെ ലോകത്തേക്ക് പോവുകയുണ്ടായി, ദേവലോകത്തേക്ക് പോവുകയുണ്ടായി. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷന് ദുഷ്കൃതമകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം. ആരാണോ ഈ കഥകളൊക്കെ പറഞ്ഞ് ശ്രീരാമനെ സ്തുതിക്കുന്നത് അവർക്ക് പാപങ്ങളിൽ നിന്ന് അകന്ന് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ തത്വത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിരാധൻ എന്ന് പറയുന്നത് ആരാണെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ വിരാധൻ വരുന്നത്. അപ്പം നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആരണ്യകാന്ഡം എന്ന് പറയുന്നത് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണ്ഡമാണ്. അപ്പം അവിടെ ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം അത് ബാധിക്കുന്നത് നമ്മുടെ ഏകാഗ്രതയെയാണ്. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ബാധിക്കുന്നത് എവിടെയാണ്? ഏകാഗ്രതയാണ്. അപ്പോൾ നമ്മളിൽ അറിവ്, നമുക്ക് ഉള്ള അറിവ് ഉപയോഗം ഇല്ലാതെ ആയി പോകുന്നു. ഏകാഗ്രത ഇല്ലാതാകുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന അറിവ് നമുക്കൊരു ഉപകാരം ഇല്ലാണ്ടായി പോകുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ വിരാധൻ ആദ്യം ആക്രമിക്കാൻ പോകുന്നത് ആരെയാണ്? സീതയെയാണ് ആക്രമിക്കാൻ പോകുന്നത്. ഇവിടെ സീത എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ആ ജ്ഞാനത്തെയാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്.
അപ്പോൾ ജ്ഞാനത്തെ ആക്രമിക്കുന്ന ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്താലാണ് നമുക്ക് എന്ത് ലഭിക്കുക? വിജയം ലഭിക്കുക. അത് നമ്മുടെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ആരണ്യകാന്ഡം പഠിക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗവും തത്വാർത്ഥ സമന്വിതമാണ്. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് വിരാധൻ എന്ന ആ ഒരു പ്രതിസന്ധി. അത് നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോയാലാണ് ആ രാമതത്വത്തിലേക്ക് നാം എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.